ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു ഐറ്റം കണ്ടു നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമുക്ക് 3 സ്ലൈസ് ബ്രെഡ് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി ഒരു പാൻ ചൂടായതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ഉപ്പില്ലാത്ത ബട്ടറാണ്. ഇനി നമ്മൾ കട്ട് ചെയ്ത് മാറ്റി വെച്ച ബ്രെഡ് മുഴുവനായിട്ടും ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്തിട്ട് ഈ ബ്രെഡ് നന്നായിട്ടൊന്ന് മൊരിപ്പിച്ചെടുക്കണം. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തിട്ട് വേണം നമ്മൾ ഇതുപോലെ മൊരിപ്പിച്ചെടുക്കാൻ വേണ്ടി. അങ്ങനെ ഇതിപ്പം നന്നായിട്ട് മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഫ്ലെയിം അങ്ങ് ഓഫാക്കി കൊടുത്തിട്ട് ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി നമുക്ക് മറ്റൊരു ബൗളിലേക്ക് 4 മുട്ട പൊട്ടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ അങ്ങ് അടിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പാലും കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും നന്നായിട്ട് അടിച്ച് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ ചൂടായതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോള ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത്, 2 പച്ചമുളക് കട്ട് ചെയ്തെടുത്തത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് വാടി കിട്ടിയാൽ മതി. ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കാം. ഈ തക്കാളിയുടെ ഉൾഭാഗത്തെ ആ കുരുവും വെള്ളമെല്ലാം മാറ്റിയതിന് ശേഷമാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകത്തിൻ്റെ പൊടി, 1/4 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഈ പൊടികളെ പച്ച ടേസ്റ്റ് ഒന്ന് മാറിയതിന് ശേഷം 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ച ആ ബ്രെഡും കൂടെ ഇതിലേക്ക് അങ്ങ് ചേർത്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് നല്ല പോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കാവുന്നതാണ്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി മാറ്റി വെച്ച മുട്ടയുടെയും പാലിൻ്റെയും മിക്സ് നമുക്കിതിൻ്റെ മുകളിൽ ഇതുപോലെ ഇതിൻ്റെ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ അങ്ങ് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അടച്ചു വെച്ച് കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ അടിയിലൊരു പഴയ പാൻ വെച്ച് കൊടുത്തിട്ടാണ് നമുക്ക് വേവിച്ചെടുക്കേണ്ടത്. അങ്ങനെ ഇതിപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമുക്ക് കുറച്ച് ചീസ് ഇതുപോലെ അങ്ങ് ഇട്ട് കൊടുക്കാം. കൂടെ കുറച്ച് ചില്ലി ഫ്ലേക്സും ഒറിഗാനോയും കൂടെ ഇതുപോലെ അങ്ങ് വിതറി കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് വീണ്ടും അടച്ചു വെച്ച് കൊടുത്തിട്ട് ഈ ചീസെല്ലാം ഒന്ന് മെൽറ്റായി കിട്ടുന്നവരെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. അങ്ങനെ ഇതാ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു ഫോർ വാച്ചിങ്.